ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞു. 194 പേരാണ് സംസ്ഥാനത്ത് മത്സര രംഗത്തുള്ളത്. 10 പേർ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു. കോഴിക്കോടും വടകരയിലും LDF, UDF സ്ഥാനാർത്ഥികൾക്ക് അപരനുണ്ട്. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം 294 പേരായിരുന്നു സംസ്ഥാനത്ത് മത്സരരംഗത്തുണ്ടായിരുന്നത്. 10 പേർ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചതോടെ സംസ്ഥാനത്ത് സ്ഥാനാർത്ഥികളുടെ എണ്ണം 194ആയി. 14 പേർ മത്സരരംഗത്തുള്ള കോട്ടയത്താണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുള്ളത്. ഏറ്റവും കുറവ് ആലത്തൂരിൽ 5 പേർ. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ 13 പേരും കണ്ണൂർ, തിരുവനന്തപുരം, കൊല്ലം എന്നിവിടങ്ങളിൽ 12 പേർ വീതവും മത്സരരംഗത്തുണ്ട്. ചാലക്കുടിയിലും ആലപ്പുഴയിലും 11 സ്ഥാനാർത്ഥികളാണുള്ളത്. വടകര, പാലക്കാട്, എറണാകുളം ലോക്സഭാ മണ്ഡലങ്ങളിൽ 10 പേർ വീതം മത്സരിക്കുന്നുണ്ട്. കാസർഗോഡ്, തൃശൂർ, മാവേലിക്കര, വയനാട് മണ്ഡലങ്ങളിൽ 9 പേരാണ് സ്ഥാനാർത്ഥികളായുള്ളത്. 8 പേർ വീതമാണ് മലപ്പുറം, പൊന്നാനി, പത്തനംതിട്ട ലോക്സഭാ മണ്ഡലങ്ങളിൽ മത്സരരംഗത്തുള്ളത്. ഇടുക്കിയിലും ആറ്റിങ്ങലും 7 പേർ വീതം. പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചതോടെ സ്ഥാനാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചിഹ്നങ്ങൾ അനുവദിച്ചു നൽകി. കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന് ഓട്ടോറിക്ഷയാണ് ചിഹ്നം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.